അസ്സലാമലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മള് സാദാത്ത് ഹസൻ മണ്ഡുവിന്റെ ഖുദ്ശി എന്ന കഥയാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങുന്നതിന് മുമ്പ് ഈ കഥയെ കുറിച്ചിട്ട്, അല്ല ഈ കഥയല്ല, ഈ അഫ്സാനെ കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ ഇവിടെ നടത്തുകയാണ്. അപ്പൊ അഫ്സാനയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് ചോദിച്ചാൽ ജിന്ദഗി സെ മുത്തല്ലിഖ് കോയി മസല കോയി എന്താണ്, ഏതെങ്കിലും ഒരു കോയി മസല ബാസ് കി ജാതി, എന്തെങ്കിലും ഇതിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയം എന്താവുന്നതാണ് ബഹസ് കി ജാതി, ചർച്ച ചെയ്യപ്പെടുന്നു. ഈ കഥകളിൽ എന്താവുന്നതാണ്, ഏത് കഥ എടുത്ത് നോക്കിയാലും അത് മനുഷ്യന്മാരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും അതിൽ ചർച്ച ചെയ്യപ്പെടുക. പിന്നെ നമുക്ക് രണ്ടാമത് ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിലൊരിക്കലും എന്താവില്ല ജിന്ദഗി കാ മുക്കമ്മൽ ഷയഹ നഹീ മിൽത്ത, ജീവിതത്തിന്റെ ഒരു പൂർണ്ണ രൂപം ഇവിടെ കിട്ടൂല. കാരണം ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ കാര്യം പൂർണ്ണമാവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സംഭവങ്ങൾ ആവശ്യമാണോ ആ സംഭവങ്ങൾ മാത്രം എടുത്തിട്ടായിരിക്കും എന്താവുക ഈ മുഖ്തസർ അഫ്സാന അല്ലെങ്കിൽ അഫ്സാന ഷോർട്ട് സ്റ്റോറി എന്താവുക കഥാകൃത്ത് തയ്യാറാക്കുക. രണ്ടാമത്തത് യാമ്പർ കിർദാർ നിഗാരി, അതായത് ക്യാരക്ടറൈസേഷൻ, അതായത് കഥാപാത്രവൽക്കരണം. അതായത് കഥാപാത്രത്തിന്റെ പൂർണ്ണ ജീവിതം നമുക്ക് ഇവിടെ കിട്ടൂല. ചിലപ്പോൾ എന്താ അയാൾ ഒരുപാട് വയസ്സായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ആ വയസ്സായിട്ട് അയാളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചിലപ്പോൾ അയാളുടെ ഓർമ്മകൾ എടുത്തിട്ട് എന്താണ് ഏതെങ്കിലും 2-3 സംഭവങ്ങൾ എടുത്തിട്ട് എന്താവുന്നതാണ് പിന്നെ ഈ അഫ്സാന നിഗാർ കഥാകൃത്തിന്റെ മനസ്സിലൊരു ആശയമുണ്ട്. ആ ആശയം പൂർണ്ണമാവാൻ വേണ്ടിയിട്ട് ഈ കിർദാറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പറഞ്ഞാല് ഈ വിഷയമായ മൂപ്പരുടെ മനസ്സിലുള്ള ആശയത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ കിർദാറിന്റെ ഏതൊക്കെ സംഭവങ്ങളാണോ ആവശ്യമുള്ളത് ആ കിർദാറിന്റെ ജീവിതത്തിലെ ആ സംഭവങ്ങൾ മാത്രം എടുത്തിട്ട് എന്താവുന്നതാണ് കഥ അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താവില്ല ഒരു കിർദാറിനെ നമുക്ക് ഉദാഹരണം ഒരാളെ നമ്മൾ നോവലുകൾ ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നോവലുകൾക്ക് നോക്കിയാൽ മതി. നോവലുകളിൽ നോക്കിയാൽ നമുക്ക് എന്താവുന്നതാണ് ഒരു കഥാപാത്രത്തിന്റെ വിവിധ രൂപങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ ഒരേ സമയം എന്തായിട്ടും പിതാവായിട്ട് വരും, ഒരേ സമയത്ത് മകനായിട്ട് വരുന്നതാണ്, അതുപോലെ തന്നെ ഭർത്താവായിട്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു പിതാവായിട്ട് അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ട് എല്ലാ നിലക്കുള്ള അദ്ദേഹത്തിന്റെ റോള് നമുക്ക് എന്താവും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാല് ഇതേ കഥാപാത്രം എന്നിതും നമ്മൾ കഥകളിൽ വരുമ്പോ ഒരിക്കലും എന്താ ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടുക. അയാൾ ചിലപ്പോൾ അധ്യാപകനാണെങ്കിൽ അധ്യാപകന്റെ ആ വിഷയങ്ങൾ മാത്രം അവിടെ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാതാവാണെങ്കിൽ ഒരു പിതാവാണ്, അല്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിലെ ആ ബന്ധമായി ബന്ധപ്പെട്ട ആ കുറച്ച് സംഭവങ്ങൾ മാത്രം ഇതിലെന്ത് ചെയ്യുള്ളൂ ചർച്ച ചെയ്യുള്ളൂ. അപ്പൊ കിർദാർ നിഗാരി കഥാപാത്രവൽക്കരണവും അധൂരി ഹുത്തിഹേ എന്തായിരിക്കും നമ്മൾ കഥകൾ എന്തായിരിക്കും അപൂർണമായി, അധൂരി എന്ന് പറഞ്ഞാല് അപൂർണമായിരിക്കുന്നതാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാല് ഈ കഥയുടെ ഈ ഷോർട്ട് സ്റ്റോറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരേ ഒരു പ്രത്യേകതയാണ്. അതിനെ നോവലിൽ നിന്നും മറ്റുള്ള പിന്നെ കലാരൂപത്തിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു രൂപം അതേതാണ് ചോദിച്ചാല് വഹദത്തു തഅസ്സുർ. എന്താണ് വഹദത്തു തഅസ്സുർ പറഞ്ഞ ഒരേ ഒരു ധാരണ, അതായത് അതിൽ ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. കഥാപാത്രത്തിന്റെ ഉദാഹരണം ഒരു കഥാകൃത്തിന്റെ മനസ്സിലൊരു ആശയമുണ്ട്. എന്താശയം? പിന്നെ ഈ നമ്മുടെ ആശുപത്രികൾ ഇപ്പൊ ജസ്റ്റ് എടുക്കുക, നമ്മുടെ ആശുപത്രികളുടെ ശോചനീയ അവസ്ഥ, അവിടെ രോഗികൾ എന്താവുന്നു മരിക്കുന്നു, അവർക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പൊ എന്താവും ഇതില് വരുന്ന കഥാപാത്രങ്ങളുടെ രോഗികളുടെ പിന്നെ അയാൾ ഇന്നവരാണ്, അതുപോലെ തന്നെ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഇന്നതാണ് അങ്ങനെ പറഞ്ഞിട്ട് വീട്ടിൽ വെച്ച് അയാളുടെ ലോതും പറയില്ല. പക്ഷെ എന്താവുന്നതാണ് അയാള് ഈ ആശുപത്രിയിൽ വന്നിട്ട് അനുഭവിച്ച ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. പിന്നെ അയാളുടെ മുൻകാര്യങ്ങൾ പറയുമോ? ഒരിക്കലും പറയില്ല. പിന്നെ അയാളുടെ ശേഷിക്കുന്ന കാര്യങ്ങൾ പറയുമോ? ഒന്നും പറയില്ല. പക്ഷെ എന്താവുന്ന ആ കഥാപാത്രമാകുന്ന രോഗിയുടെ ആ ജീവിതം ഉണ്ടാവും. പിന്നെ ആശുപത്രിയിൽ അദ്ദേഹം അനുഭവിച്ച ആ എന്താണ് പ്രയാസങ്ങള്, ആ പ്രയാസങ്ങളെ വരച്ചു കാട്ടാൻ വേണ്ടി ഏതൊക്കെ സംഭവങ്ങൾ ആവശ്യമാണോ ആ സംഭവങ്ങൾ മാത്രം എടുക്കും. അതായത് അവിടെ നമുക്ക് എന്നാ ഒറ്റ ധാരണ ഉണ്ടാവുള്ളൂ, എന്ത് ആശുപത്രിയുടെ ഹസ്തകാലി ദയനീയാവസ്ഥ എന്നാണ്. അസ്പത്താലോങ്കി ഒരു ഉദാഹരണം പറയാം, അസ്പത്താലോങ്കി ഹസ്തഹാലി എന്ന് പറഞ്ഞാല് ദയനീയാവസ്ഥ. എന്താണ് ദയനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ആശുപത്രികളിൽ ഓക്സിജൻ ഇല്ല, മരുന്നില്ല, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താവുന്നതാണ് പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഈ ഐഡിയ
എന്താണ് ആശുപത്രികളുടെ ഈ ശോചനീയമായ അവസ്ഥ, സോറി സ്റ്റേറ്റ്, ദയനീയ അവസ്ഥ വിവരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സംഭവങ്ങൾ ആവശ്യമാണോ ആ സംഭവങ്ങൾ മാത്രമേ ഈ അഫ്സാനകൾ കൊണ്ടുവരുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ഇമ്പോർട്ടന്റ് ഇല്ല? കഥാപാത്രം ഇമ്പോർട്ടന്റ് ഇല്ല. പിന്നെ ഒന്ന് മാത്രമേ വഹദത്തു തഅസ്സുർ, ഒരേ ഒരു ധാരണ, സിംഗിൾ ഐഡിയ വേണമെങ്കിൽ നമുക്ക് പറയാം. സിംഗിൾ ഐഡിയ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. കഥാകൃത്തിന്റെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരേ ഒരു ഐഡിയ ഉണ്ടാവൂലേ? എന്ത് ഐഡിയ? ഉദാഹരണത്തിന് ആശുപത്രികളുടെ ശോചനീയാവസ്ഥ. അപ്പൊ എന്ത് ചെയ്യും? മൂപ്പര് ഒരു കഥാപാത്രത്തെ കൊണ്ടുവരും. ആ കഥാപാത്രം പിന്നെ ആശുപത്രിയിലേക്ക് പോകും. ആശുപത്രിയിലേക്ക് പോയിട്ട് അവിടെ അനുഭവിച്ച അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ മാത്രം അതിലെന്താവുന്നതാണ് വിവരിക്കുന്നതാണ്. അപ്പൊ ഇതിനാണ് എന്ത് പറയാ? വഹദത്തു തഅസ്സുർ, ഒരേ ഒരു ഐഡിയ മാത്രം ഉണ്ടാവും. നേരെ മറിച്ച് എന്താവുന്നതാണ്, നമ്മൾ നോവലിലൊക്കെ നോക്കിയാൽ അതിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും. പക്ഷെ പിന്നെ നമ്മള് അഫ്സാനകളിൽ അങ്ങനെ എന്താവൂല, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യൂല. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ഖുദ് ഖുശി എന്നുള്ള ആ പാഠം നമുക്ക് എന്ത് ചെയ്യാം? കഥ എന്ത് ചെയ്യാം? വായിച്ചു നോക്കാം. സാദാത്ത് ഹസൻ മണ്ടു നമ്മളോട് എന്ത് ഐഡിയ നമ്മളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. എത്രാമത്തെ പേജാണ്? പേജ് നമ്പർ ഓക്കെ, കിട്ടി. 68, പേജ് നമ്പർ 68 കേട്ടോ. നോക്കാം. ആരാണ് അഫ്സാനികാർ? ആരാണ്? സാദാത്ത് ഹസൻ മണ്ടു അല്ലെ? സാദാത്ത് ഹസൻ മണ്ടു. സാദാത്ത് ഹസൻ മണ്ടു. നോക്കാം. സാഹിദ് സിർഫ്, സാഹിദ് ഈ പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കഥകളിലും ഷോർട്ട് സ്റ്റോറികളിലും അഫ്സാനകളിൽ എന്തില്ല? അഫ്സാനകളില് കിർദാറോं की अहमियत निस्बतन कम होती है. किरदारों की अहमियत नहीं होती. പിന്നെ അവിടെ ഏതിനാണ് ഇമ്പോർട്ടന്റ്? മസ്അല. എന്താണ്? മസ്അല. വിഷയങ്ങൾക്കാണ് എന്തുള്ളത്? ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. മനസ്സിലായോ? അപ്പോ അഫ്സാനകളില് കിർദാറോं की अहमियत नहीं होती, കിർദാറുകൾക്ക്, കഥാപാത്രങ്ങൾക്ക് എന്തില്ല? പ്രാധാന്യമില്ല. പിന്നെ എന്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത്? വിഷയത്തിനാണ് പ്രാധാന്യമുള്ളത്. പക്ഷെ നമ്മുടെ സാദാത്ത് ഹസൻ മണ്ടുവിന്റെ കഥകളൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? അവരുടെ കിർദാറുകൾ കൊണ്ടാണ്. പിന്നെ സാദാത്ത് ഹസൻ മണ്ടുവിന്റെ അഫ്സാന എന്തുകൊണ്ടാണ്? किरदारों के नाम से पहचाने जाते हैं. അപ്പൊ ഈ സാദാത്ത് ഹസൻ മണ്ടുവിന്റെ കഥന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാല് അതിലെ കഥകളൊക്കെ നമ്മൾ എന്താവുന്നതാണ്? കഥാപാത്രങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയപ്പെടുക. മനസ്സിലായില്ലേ? അപ്പൊ ഉദാഹരണം നമ്മളുടെ പിന്നെ ഏതാണ്? ഖുദ് ഖുശി, ആത്മഹത്യ. ഈ കഥ തുടങ്ങണം എന്താണ്? ഒരു കഥാപാത്രത്തിന്റെ ജീവിതമല്ല, ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പൊ ഇതിൽ പിന്നെ ഈ അഫ്സാന ഖുദ് ഖുശിന്റെ പിന്നെ എന്താണ് കഥാപാത്രം ആരാണ്? സാഹിദ്. എന്താ സാഹിദ് പറഞ്ഞാല്? പ്രപഞ്ചത്യാഗി. അതായത് പിന്നെ ഈ ലോകത്ത് അതിയായി കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി, അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് നടക്കുന്ന അതുപോലെ തന്നെ ഭയഭക്തി ഉള്ള ഒരു വ്യക്തിക്കാണ് എന്ത് പറയാ? സാഹിദ് എന്ന് അറബിയിൽ പറയാ. അപ്പൊ നമ്മൾ സാദാത്ത് ഹസൻ മണ്ടുവിന്റെ ഖുദ് ഖുശിയിലെ കഥാപാത്രവുമാണ് ആര്? സാഹിദ്. നോക്കാം ഇനി സാഹിദിനെ പറ്റിയിട്ട് എന്താണ് കഥാകൃത്ത് പറയണത്. സിർഫ് നാം ഹി കാ സാഹിദ് നഹീ താ. അദ്ദേഹം സിർഫ് പറഞ്ഞ വെറും ഒള്ളി നാം ഹി കാ, പേരിൽ മാത്രം അദ്ദേഹം സാഹിദ് ആയിരുന്നില്ല. അദ്ദേഹം പേരിൽ അർത്ഥം എന്താണ്? പേരിന്റെ അർത്ഥം പ്രപഞ്ചത്യാഗി, അതായത് ഭയഭക്തി ഉള്ള ആൾക്കാർ എന്ന് പറയുക സാഹിദ് എന്ന് പറയുക അല്ലെ? അപ്പോ സാഹിദ്, നമ്മളുടെ ഈ കഥാപാത്രം സാഹിദ് സിർഫ് നാം ഹി കാ സാഹിദ് നഹീ താ, പേര് കൊണ്ട് മാത്രം അദ്ദേഹം, പേരിൽ മാത്രം അദ്ദേഹം സാഹിദ് ആയിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു? ഉസ്കെ ഉസ്കെ, ആ പേര് കൊണ്ട് അർത്ഥമാക്കുന്നില്ലേ? ഉസ്കെ പറഞ്ഞ പേരിന്റെ സുഹൂദോ തഖ്വ എന്ന് പറഞ്ഞാലും ഭയഭക്തിയുടെയും എന്താണ്? ഭയഭക്തിയുടെയും എന്താണ്? കായിൽ എന്ന് പറഞ്ഞാല് അംഗീകരിക്കുന്നവനാണ്. എന്താണ്? അംഗീകരിക്കുന്നവനാണ്. അതായത് പിന്നെ ഭയഭക്തിയും ഉള്ള ആളായിരുന്നു. കായിൽ എന്ന് പറഞ്ഞാല് അംഗീകരിക്കുന്ന ആള്, അല്ലെങ്കിൽ അനുഭാവി ഒക്കെ പറയട്ടോ. അനുഭാവി.
അനുഭാവി. ഓക്കെ. അപ്പൊ നോക്കും നമ്മുടെ കഥാപാത്രം സാഹിദ് സിർഫ് നാം ഹി കാ, പേരുകൊണ്ട് പേരിൽ മാത്രം അദ്ദേഹം എന്നുള്ള സാഹിദ് ആയിരുന്നില്ല, മറിച്ച് ഉസ്കെ ആ പേരിന്റെ അർത്ഥമാകുന്ന അതുകൊണ്ട് അർത്ഥമാക്കുന്ന സുഹദോ തഖ്വ കെ ബി പിന്നെ ഖായിൽത്തെ, അതായത് ഭയഭക്തിയുടെ അതിന്റെ അർത്ഥം ഭയഭക്തിയുടെയും അദ്ദേഹം അനുഭാവിയായിരുന്നു, അംഗീകരിക്കുന്ന ആയിരുന്നു. ഉസ്നെ 20-25 ബറസ് കി ഉംർ മേ, അദ്ദേഹം 25 വയസ്സിലെ ബറസ് കി ഉംർ മേ ഷാദി കി, അദ്ദേഹം 25 വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു, വിവാഹം കഴിച്ചു. ഉസ് ജമാനെ മേ, ആ കാലഘട്ടത്തിൽ ഉസ്കെ പാസ് അദ്ദേഹത്തിന്റെ അടുത്ത് 10,000 के करीब രൂപയെ थे, എത്ര ഉണ്ടായിരുന്നു, 10,000 രൂപയുടെ അടുത്ത്, 10,000 के करीब 10,000 രൂപയുടെ അടുത്തോ, അതായത് 10,000 രൂപയോളം അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഷാദി പർ 5,000 രൂപയെ സറഫ് ഹോന, ഇത് സിറഫ് അല്ല, സിറഫ് എന്ന് പറഞ്ഞ എന്താണ്, ഒള്ളി, നമ്മൾ ആദ്യം പഠിച്ച എന്താണ്, ഒള്ളി, വെറും, ഇല്ലേ. സറഫ് ഹോന എന്ന് പറഞ്ഞാലോ, സറഫ് കർണ എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലവഴിക്കുക. സറഫ് കർണ എന്ന് പറഞ്ഞാല് ചിലവഴിക്കുക. ഓക്കെ, നോക്കൂ. അപ്പോ അദ്ദേഹം ഷാദി പർ 5,000 രൂപയെ സർഫ് ഓകെ ചെലവഴിച്ചു. ഉത്തനി ഹി റഖം ബാക്കി രഹഗയി, അപ്പൊ അദ്ദേഹത്തിന് 10,000 രൂപയോളം അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അടുത്തുണ്ടായിരുന്നു. പക്ഷെ അതിൽ 5,000 രൂപ അദ്ദേഹം എന്ത് ചെയ്തു, കല്യാണത്തിന് കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ചെലവഴിച്ചു. ഷാദി പർ സർഫ് ഹോന എന്ന് പറഞ്ഞാല് കല്യാണത്തിന് എന്ത് ചെയ്തു, ചെലവായി, അല്ലെ. സറഫ് ഹോന എന്ന് പറഞ്ഞാല് ചെലവാവുക, കല്യാണത്തിന് എന്ത് ചെയ്തു, ചെലവായി. ഷാദി പർ 5,000 രൂപയെ സർഫ് ഓകെ ചെലവഴിച്ചു. ഉത്തനി പറഞ്ഞാല് അത്ര തന്നെ, അത്ര തന്നെ. റക്കം എന്ന് പറഞ്ഞാല് തുക, തുക. റക്കം ബാക്കി രഹഗയി, അവശേഷിച്ചു. എന്താണ് ബാക്കി രഹന എന്ന് പറഞ്ഞാല് അവശേഷിക്കുക. ബാക്കി രഹഗയി മാസി, എന്താണ്, അവശേഷിച്ചു. അപ്പൊ ഒന്നുകൂടി പറയുന്നു, നമ്മൾ കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ പറയാണ്. ചെറിയ ചിത്രം കിട്ടി കഥാപാത്രത്തിന്റെ. സാഹിദ് സിർഫ് നാമിക സാഹിദിനെ ഈത്ത, സാഹിദ് വെറും പേര് കൊണ്ട് മാത്രം അദ്ദേഹം സാഹിദ് ആയിരുന്നില്ല. ഉസ്കെ സുഹദോ തഖ്വ കെ ബി ഖായിൽത്തെ, ആ പേര് കൊണ്ട് അർത്ഥമാക്കുന്ന ഭയഭക്തി പ്രപഞ്ച ത്യാഗത്തിന്റെയും അനുഭാവിയായിരുന്നു, അംഗീകരിക്കുന്ന ആളായിരുന്നു, അഥവാ അതിനനുസരിച്ച് ജീവിക്കുന്ന ആളായിരുന്നു. ഉസ്നെ 20-25 ബറസ് കി ഉംർ മേ ഷാദി കി, 20-25 വയസ്സ് പ്രായത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഷാദി കി, വിവാഹം കഴിച്ചു. ഉസ് ജമാനെ മേ, ആ കാലഘട്ടത്തിൽ ഉസ്കെ പാസ്, അദ്ദേഹത്തിന്റെ അടുത്ത് 10,000 के करीब 10,000 രൂപയുടെ അടുത്ത്, കരീബ് അടുത്ത്, രൂപയത്തെ പൈസ ഉണ്ടായിരുന്നു. ഷാദി പർ 5,000 രൂപയെ സർഫ് ഹോകെ, കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കല്യാണത്തിൽ എന്ത് ചെയ്തു, 5,000 രൂപ എന്ത് ചെയ്തു, ചെലവായി. ഉത്തനി റക്കം, അത്ര തന്നെ രൂപ എന്ത് ചെയ്തു, ബാക്കി രഹഗയി, അവശേഷിച്ചു. അതായത് പിന്നെ റക്കം ബാക്കി രഹഗയി, അവശേഷിച്ചു. സാഹിദ് ബഹുത് ഖുശ് താ, ഇനി നമ്മൾ പറയാം, പെട്ടെന്ന് രംഗങ്ങൾ മാറൂട്ടോ. നമ്മളിപ്പോ സാഹിദിന്റെ ചെറിയ രൂപ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇപ്പൊ ഓൻ എന്ത് ചെയ്തു, വിവാഹിതനാണ്. അദ്ദേഹമാരാണ് ഷാദി ശുദാഹെ. ഇനി നമുക്ക് നോക്കാം, ഒരു പോയിന്റ് കിട്ടിയില്ലേ, അദ്ദേഹമാരാണ് ഷാദി ശുദാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ അഫ്സാനകളിലും കഥാപാത്രത്തിന് എന്തില്ല, പ്രാധാന്യമില്ല. പക്ഷേ സാദാത്ത് ഹസൻ മണ്ഡുവിന്റെ കഥകളൊക്കെ അറിയപ്പെടുന്നത് അതിലെ കഥാപാത്രങ്ങളെ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ. അപ്പൊ ഇനി അടുത്തും സാഹിദ് ബഹുത് ഖുശ് താ, ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തുഷ്ടൻ, അല്ലേ. സാഹിദ് ബഹുത് ഖുശ് താ, വളരെയധികം എന്തായിരുന്നു, സന്തുഷ്ടനായിരുന്നു. ഉസ്കി ബീവി, അദ്ദേഹത്തിന്റെ ഭാര്യ, ബഡി ഖുഷ് അസ്ലത്ത്, ഖുഷ് പറഞ്ഞാണ് സന്തോഷം, നമ്മൾ പഠിച്ചു. പിന്നെ ഖുഷി നമ്മൾ നല്ലത് പറയും, എന്താർത്ഥമുണ്ട്, നല്ലത് എന്ന അർത്ഥത്തിൽ, പോസിറ്റീവ് അർത്ഥത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വരുന്നതാണ്. ഉദാഹരണം, ബു എന്ന് പറഞ്ഞതാണ് മണം, എന്നാലോ ഖുഷ്ബു എന്ന് പറഞ്ഞാലോ നല്ല മണം, നറുമണം, അല്ലേ. ഹസ്ലത്ത് എന്ന് പറഞ്ഞാല് സ്വഭാവം, ഖുഷ് അസ്ലത്ത് പറഞ്ഞാലോ ഷമീലെ, നല്ല സ്വഭാവം. അപ്പൊ നല്ല സ്വഭാവം. പിന്നെ എന്തുവായിരുന്നു, ഹുബ് നല്ലത്, അല്ലെ. ഹുബ് പറഞ്ഞാൽ നല്ലത് എന്നല്ലേ. സൂറത്ത് രൂപം, സൂറത്ത് പറഞ്ഞാൽ നല്ല സുന്ദരിയുമായിരുന്നു. ആരാണ്, സുന്ദരിയായിരുന്നു.
ആര് അദ്ദേഹത്തിന്റെ ഭാര്യ. പറയാണ് സാഹിദ് ബഹുത് ഖുഷ് താ, സാഹിദ് വളരെയധികം എന്തായിരുന്നു സന്തുഷ്ടനായിരുന്നു. ഇവിടെ സന്തുഷ്ടൻ എന്നർത്ഥം. ഇനി വരുന്ന നോക്കിക്കോ ഉസ്കി ബീവി, കാരണം എന്താ പറയുക ഉസ്കി ബീവി അദ്ദേഹത്തിന്റെ ഭാര്യ ബഡി ഖുഷ് അസ്ലത്ത് നല്ല സൽസ്വഭാവിയായിരുന്നു. പിന്നെ ഒരു ഖൂബ്സൂരത്ത് തീ, പിന്നെ എന്തുമായിരുന്നു സുന്ദരിയുമായിരുന്നു. ഉസ്കോ ഉസ്സെ ബേപനാഹ് മുഹബ്ബത്ത് ഹോ ഗയി, എന്താണ് ഉസ്കോ ആർക്ക് സാഹിദിനെ ഉസ്സെ ആരോട് ഭാര്യയോട് ബേപനാഹ് എന്ന് പറഞ്ഞാല് ബേഹദ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങേയറ്റം അളവില്ലാത്ത അങ്ങേയറ്റം എന്ത് ചെയ്തു നല്ല കലശലായ നല്ല മഹബത്ത് ഹോഗി നല്ല സ്നേഹം തോന്നി അദ്ദേഹത്തിന് അവളോട് വല്ലാതെ സ്നേഹം ചെയ്തു തോന്നി. അദ്ദേഹം അവളെ എന്ത് ചെയ്തു വല്ലാതെ എന്ത് ചെയ്തു സ്നേഹിച്ചു. വോബി ആര് അവളും പറഞ്ഞ ആര് ഭാര്യയും ഉസ്കോ അദ്ദേഹത്തെ ദിലോ ജാൻസെ ചാഹത്തി തീ, ദിലോ ജാൻസെ ചാഹന എന്ന് പറഞ്ഞ ദിലോ ജാൻസെ ചാഹിന എന്ന് പറഞ്ഞാൽ എന്താണ് ദിലോ ജാൻസെ ചാഹിന എന്ന് പറഞ്ഞാല് പറയാം വളരെ ആത്മാർത്ഥമായിട്ട് ദിലോ ജാൻസെ ചാഹത്താഹും എന്ന് പറഞ്ഞാല് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുക, ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുക. ഓക്കെ, അവളും എന്ത് ചെയ്തു വോബി ഉസ്കോ ദിലോ ജാൻസെ ചാഹത്തി തീ, ആത്മാർത്ഥമായത് ഇഷ്ടപ്പെട്ടിരുന്നു. ദോനോ സമചത്തെ, രണ്ടുപേരും കരുതിയിരുന്നത് ആ കാലഘട്ടത്തില് ബേബി ആണെങ്കിൽ നല്ല ഖുഷ് അസ്ലത്ത്, പിന്നെന്തുമായിരുന്നു ഖൂബ്സൂരത്തും ആയിരുന്നു. രണ്ടുപേരും എന്ത് ചെയ്തു പരസ്പരം ഏക് ദൂസരേക്കോ ബഹുത്ത് മുഹബ്ബത്ത് കർത്തേത്തെ, പരസ്പരം നാട് എന്ത് ചെയ്യുമായിരുന്നു ഏക് ദൂസരേസെ ബഹുത്ത് മുഹബ്ബത്ത് കർത്തേത്തെ, രണ്ടുപേരോടും പരസ്പരം അന്യനും എന്ത് ചെയ്യുമായിരുന്നു വളരെ നല്ല സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ ദോനോ സമചത്തെ, ആ കാലഘട്ടത്തിൽ ദോനം എന്ന് പറഞ്ഞ് രണ്ടുപേരും എന്ത് ചെയ്തു സമച്ചിന് പറഞ്ഞാൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ കരുതുക കേട്ടോ. രണ്ടുപേരും കരുതിയിരുന്നു എന്താ കരുതിയിരുന്നത് കെ ജന്നത്ത് മേ ആബാദ് ഹേ, സ്വർഗത്തിലാണ് ആബാദ് പറഞ്ഞാൽ വസിക്കുക, അമ്പനം ആബാദ് ഹേ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലാ വസിക്കണെന്ന് ഓല് രണ്ടുപേരും കരുതിയിരുന്നു എന്ത് ജന്നത്തിന്റെ ആബാദയെ അത്രക്കും സുഖസന്തോഷമാണ് അതിനെ അർത്ഥമാക്കുന്നത് രണ്ടുപേരും എന്ത് സന്തോഷം ജീവിച്ചിരുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏക് ബറസ് കെ ബാദ്, ഒരു വർഷത്തിന് ശേഷം ഉൻകെ അദ്ദേഹത്തിന്റെ അടുത്ത് ഏക് ലഡ്കി പൈദാ ഹോയി, എന്ത് ചെയ്തു ഒരു വർഷത്തിന് ശേഷം ഉൻകെ എന്താണ് ഉൻകെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഷമീൽ കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഷമീലിന്റെ വീട്ടില് അല്ലെ, അല്ലെങ്കിൽ അടുത്ത്. പിന്നെ എന്ത് അർത്ഥമുണ്ട് അടുത്ത് എന്ന് അർത്ഥം ഏതിനുണ്ട്, അടുത്ത് എന്ന അർത്ഥം ഏതിനുണ്ട്, പിന്നെ ഹാക്ക് അർത്ഥമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിലോ അതെ എന്നും അതിന് അർത്ഥം കേട്ടോ. എന്ന് പറഞ്ഞാല് ഷമീൽ ആപ് കബ് ജാ രഹേ, മേ അഭി ജാ രഹാ ഹൂം, അതെ ഞാൻ ഇപ്പൊ പോകുന്നു നമ്മൾ പറയാറില്ലേ എന്ന് പറഞ്ഞാൽ അതെ. കോൺ ബോൾ രഹേ ഷമീൽ ബോൾ രഹാ ഹൈ, ഷമീലാണ് സംസാരിക്കുന്നത്, നമ്മൾ ഫോൺ എടുത്ത് ചോദിച്ചു മേ ഷമീൽ ബോൾ രഹാ ഹൂം പറയാറില്ലേ അതേമാതിരി. ഓക്കെ, അപ്പൊ ദോനോ സമയത്ത് ജന്നത്തിന് ഏക് ബറസ് കെ ബാദ്, ഒരു വർഷത്തിന് ശേഷം ഉൻകെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏക് ലഡ്കി പൈദാ ഹോയി, ഒരു പെൺകുട്ടി എന്ത് ചെയ്തു ജനിച്ചു. പൈദാ ഹോനൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, ഇങ്ങോട്ട് വേണ്ട. പൈദാ ഹോയി ജനിച്ചു. ജോ മാം പർത്തി, ജോ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി എന്ത് ചെയ്തു ആരുടെ പോലെയാണ് മാറാല് ഉമ്മ, പറഞ്ഞാലോ പോലെ, പറഞ്ഞാല് നമ്മള് പറഞ്ഞ അർത്ഥമുണ്ട് മേൽ എന്നർത്ഥമുണ്ട്, പിന്നെ കുറിച്ച് എന്നർത്ഥമുണ്ട്, വേണ്ടി എന്നർത്ഥമുണ്ട് ഇല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞ അർത്ഥം എന്താണ് പോലെ എന്നർത്ഥം. മാം പെർത്തി എന്ന് പറഞ്ഞാലോ മാതാവിന്റെ പോലെയാണ് ആയിരുന്നു. ഉദാഹരണം പിന്നെന്താണ് ഷമീൽ വാലിദപ്പെടുത്തി എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം, താത്ത എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് പറയാൻ. ഹലോ, പാല പോലെയാണ്. അപ്പൊ ജോ എന്ന് പറഞ്ഞാല് ആര് ആ പെൺകുട്ടി ആരെ പോലെയായിരുന്നു മാപ്പെടുത്തി, അതായത് മാതാവിനെ പോലെയായിരുന്നു. എങ്ങനെ വൈസേഹി എന്ന് പറഞ്ഞാണ് അതേപോലെ അല്ലെ, വൈസേറ അതേപോലെ അതേപോലെ വൈസി അതേപോലെ. ഹസീനോ ജമീൽ, എന്താണ് ഹസീനോ ജമീൽ പറഞ്ഞാണ് സുന്ദരി, എന്താണ് ഹസീനോ ജമീൽ പറഞ്ഞാല് അതേപോലെ മാതാവിനെ പോലെ സുന്ദരി. പിന്നെ ഗുലാഫി ആംഗ്ലേ, ഗുലാഫി പറഞ്ഞാണ്
ഗുലാഫി ആങ്കി എന്ന് പറഞ്ഞാല് നീളമുള്ള കണ്ണുകളുണ്ടോ, നല്ല നീണ്ട കണ്ണുകൾ അല്ലേ, അങ്ങനത്തെ കണ്ണുകൾ നല്ല രസം ഉണ്ടാവൂലേ. ഗുലാഫി ആങ്കെ ഇതിന് ഞാൻ അർത്ഥം പറഞ്ഞുതരാം കേട്ടോ. ഗുലാഫി ആങ്കെ ഞാൻ ഒരുപാട് നോക്കിയാ പിന്നെ മറന്നുപോയതാണ്. ഗുലാഫി ആങ്കി എന്ന് പറഞ്ഞാല് നീളമുള്ള കണ്ണുകള്, അങ്ങനെ തന്നെ തോന്നുട്ടോ. പിന്നെ ഉൾപ്പർ അതിന് മേലെ കണ്ണിന്റെ പുറത്ത് അതിന് മേലെ എന്ത് ലംബി പലക്കേൻ, ലംബി നീളമുള്ള എന്ത് പലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺപോള. പലക്ക് എന്ന് പറഞ്ഞാല് കൺപോള, കൺപോള. ഓക്കെ. അപ്പൊ എന്താണ് ജോ മാപ്പർത്തി, ആ കുട്ടി ആരുടെ പോലെയായിരുന്നു, മാതാവിനെ പോലെ തന്നെ ആയിരുന്നു. അതായത് വൈസയി ഹസീനോ ജമി, അതേപോലെ സുന്ദരി. ബഡി ബഡി ഗുലാഫി ആങ്കേൻ, വലിയ എന്തത് നീളമുള്ള കണ്ണുകള്. പിന്നെ ഉൻപർ ലംബി പലക്കേൻ, അതിനു പുറമെ എന്ത് നീളമുള്ള കൺപോള. പിന്നെ മഹീൻ അബ്രു എന്ന് പറഞ്ഞാല് നീർത്ത, മഹീൻ പറഞ്ഞാല് നീർത്ത എന്ത് അബ്രു പറഞ്ഞാണ് മഹീൻ നേർത്ത, അബ്രു എന്ന് പറഞ്ഞാൽ പുരികം, നേർത്ത പുരികം, നല്ല നേർത്ത പുരികം. പിന്നെ ചോട്ടാസ ലബ്, ചെറിയ ലബ് പറഞ്ഞാണ് ചുണ്ട്. പിന്നെ ദുഹൻ എന്ന് പറഞ്ഞാലോ, ദുഹൻ എഴുതിക്കോ, ലബ് പറഞ്ഞ ചുണ്ട്, ദുഹൻ എന്ന് പറഞ്ഞാലോ, ദുഹൻ എന്ന് പറഞ്ഞാല് വായ. ചെറിയ ചുണ്ട്, ചെറിയ വായ, വളരെ നേർത്ത പുരീകം, അതുപോലെ തന്നെ നീളമുള്ള കൺപോള, അതുപോലെ തന്നെ ഗുലാഫി ആങ്കേൻ മുതലായവ അവളുടെ സൗന്ദര്യത്തിന് മാറ്റിക്കൂട്ടുന്നു അല്ലെ. ഞാൻ വെറുതെ സൗന്ദര്യത്തെ മാറ്റിക്കൂട്ടുന്നു ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഓക്കെ. ഉസ് ലഡ്കി കാ നാം സോച്നെ മേ കാഫി ദേർ ലഗി. നമ്മൾ പ്രോബ്ലത്തേക്ക് വരികയാണ്. അപ്പൊ ഇത് പറഞ്ഞു എന്താണ് പ്രോബ്ലം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ലാസ്റ്റ് വരെ ഇരിക്കണ്ടേ. അപ്പോ ഉസ് ലഡ്കി കാ നാം, ആ പെൺകുട്ടിയുടെ പേര്, സോച്നേമേ ചിന്തിക്കുന്നതില്, ചിന്തിക്കുന്നതില്, കാഫി ഒരുപാട് ദേർ പറഞ്ഞ സമയം, ഒരുപാട് സമയം, ലഗ്ന എന്ന് പറഞ്ഞാൽ എടുക്കുക, എന്താണ് എടുക്കുക. അപ്പൊ എന്താണ് കാഫി ദേർ ലഗ്ന എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുക, ഒരുപാട് സമയം എടുക്കുക. അപ്പൊ ഉസ് ലഡ്കിക്ക നാം സോച്നേമേ കാഫി ദേർ ലഗ് ഗയി, ഒരുപാട് സമയം എടുത്തു. കാഫി ദേർ ലഗ് ഗയി, ഒരുപാട് സമയം എടുത്തു. സാഹിദ് എന്ത് ചെയ്തു, ഉസ്കി ബീവിക്കോ, അദ്ദേഹത്തിന്റെ ഭാര്യനെ എന്ത് ചെയ്തു, സാഹിദിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യക്കും, സാഹിദ് ഓർ ഉസ്കി ബീവിക്കോ, സാഹിദിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യക്കും ദൂസറോക്കെ തജ്വീസ് കിയേ ഹോയെ, മറ്റുള്ളവർ നിർദ്ദേശിച്ച, തജ്വീസ് കർണ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുക. ഡോക്ടറിനെ തജ്വീസ് കി, ദവായും തജ്വീസ് കി എന്ന് പറയാറില്ലേ, ഡോക്ടറെ നിർദ്ദേശിച്ചിരിക്കുന്നു പറയില്ല, അതേമാതിരി നിർദ്ദേശിക്കുക. അപ്പൊ നോക്കൂ, അപ്പൊ എന്താണ് സാഹിദിനും അദ്ദേഹത്തിന്റെ ഭാര്യക്കും ദൂസരോക്കെ തജ്വീസ് കിയ ഹോയെ, മറ്റുള്ളവർ നിർദ്ദേശിച്ച നാം പസന്ത് നഹി ആത്തെ തേ, പേര് ഇഷ്ടമില്ലായിരുന്നു, പസന്ത് ആന ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, ഓർക്ക് ഇഷ്ടപ്പെടുക. പസന്ത് ആന എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, പസന്ത് കർണാറ ഇഷ്ടം വെക്കുക, ഇഷ്ടം വരിക, ഇത് ഇഷ്ടം വരിക കേട്ടോ, ഇഷ്ടപ്പെടുക, പസന്ത് ആന, ഒരു ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, മറ്റുള്ളവർ നിർദ്ദേശിച്ച പേരൊന്നും അവർക്ക് എന്തില്ല, പസന്ത് ആന പറഞ്ഞാല് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പസന്ത് നഹി ആത്തെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു, അവളുടെ ഭാര്യ ആഗ്രഹിച്ചിരുന്നു, ഭാര്യ എന്ത് ആഗ്രഹിച്ചിരുന്നത് എന്താണ്, ഹുദ് സാഹിദ് നാം ബത്തായെ, സാഹിദിന് എന്ത് ചെയ്യണം, പേര് പറയണം. ബത്തായി എന്ന് പറഞ്ഞാൽ മുസാരി, സാഹിദ് തന്നെ എന്ത് ചെയ്യണം, സാഹിദ് തന്നെ ഹുദ് സാഹിദ് നാം ബത്തായെ, സാഹിദ് തന്നെ എന്ത് ചെയ്യണം, പേര് പറയണം. അവള് ആഗ്രഹിച്ചിരുന്നതും എന്താണ്, പിന്നെ ജാഹിദ് തന്നെ പേര് പറയണം എന്നാണ്. അപ്പൊ നോക്കാം, ഇതൊരു പ്രോബ്ലം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പ്രോബ്ലം ചർച്ച ചെയ്യാണ്. ആ പ്രോബ്ലത്തേക്ക് നമ്മൾ എന്താവുന്ന അവസാനമായിട്ട് നമ്മൾ എന്താവുന്ന വരും. ഇനി നമ്മൾ പെട്ടെന്ന് പോകും, ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് തുടക്കല്ലേ. അപ്പൊ ഇന്ന് ഇവിടെ എന്ത് ചെയ്യാം, നിർത്താം. അപ്പോ അസ്സലാമു അലൈക്കും.